ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആദർശപിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിത സന്ദേശം അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ വേളയിൽ ആ മഹാപ്രവാചകൻ്റെ ജീവിത സന്ദേശത്തിൻ്റെ അടിത്തറയും അകക്കാമ്പും എന്ന് പറയുന്നത് തവക്കുലായിരുന്നു. ആദർശ തനിമയിൽ ജീവിതത്തിലുടനീളം അള്ളാഹുവിൽ പൂർണ്ണമായും സമർപ്പണം നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെയെല്ലാം സധൈര്യം നേരിട്ടുകൊണ്ട് ജീവിതം മുഴുവനും ആ പ്രവാചകൻ അള്ളാഹുവിന് വേണ്ടി കീഴൊതുങ്ങിയവനായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളായിരുന്നു കഴിഞ്ഞ ചില ഖുതുബകളിൽ കൂടി നാം മനസ്സിലാക്കിയത്. തോൾസഞ്ചിയിൽ കുറച്ച് കാരക്കയും അതുപോലെ കുറച്ച് വെള്ളവുമായി ആ കുടുംബം മക്കയുടെ മലരാന്യത്തിൽ കൂടി നടന്നു നീങ്ങിയത് ചരിത്രത്തിൽ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. വിജനമായ മരുഭൂമിയായിരുന്നു. ഹാജർ റളിയല്ലാഹു അൻഹയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിച്ചാക്കിക്കൊണ്ട് ഇബ്രാഹിം നബി ഏകാന്തനായി പോകുന്ന ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. തനിച്ചാക്കിക്കൊണ്ട് പോകുന്ന ഇബ്രാഹിമിനെ നോക്കിക്കൊണ്ട് ഹാജർ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ ഇബ്രാഹിം ഐന തദ്ഹബു, എവിടേക്കാ പോകുന്നത്? വതത്റുകുനാ ബിഹാദൽ വാദില്ലദി ലൈസ ഫീഹി ഇൻസുൻ വലാ ഷൈഉൻ, ഈ വിജനമായ മരുഭൂമിയിൽ മനുഷ്യരും മറ്റൊന്നുമില്ലാത്ത ഈ സ്ഥലത്ത് വച്ചു ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ആവർത്തിച്ചുകൊണ്ട് ഹാജർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ലാ യൽതഫിതു ഇലൈഹ, തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഇബ്രാഹിം നബി പോവുകയാണ് മുന്നോട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട്. അവസാനം ഹാജർ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലഹു അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അള്ളാന്റെ കൽപ്പന അനുസരിച്ചാണോ ഇബ്രാഹിമെ അങ്ങ് ഈ ചെയ്തുകൾ? ഏകാന്തനായി ഞങ്ങളെ തനിച്ചാക്കിക്കൊണ്ട് ഒറ്റയ്ക്കിങ്ങ് പോകുവാനുള്ള കൽപ്പന അള്ളാഹുവിൻ്റെതാണോ? നഅം, മറുപടി അത്രമാത്രം. ഉടൻ തന്നെ ഹാജർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഇദല്ലാ യുളയ്യുനാ, എങ്കിൽ അള്ളാഹ് ഞങ്ങളെ കൈവിടില്ല. ഇത് തവക്കുലായിരുന്നു. ആ കുടുംബത്തിന് അല്ലാഹു തആല നൽകിയ ഒരു ആദരവായിരുന്നു റബ്ബിൽ പൂർണ്ണമായും സമർപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പന എന്നുള്ള മറുപടി കേൾക്കുമ്പോഴേക്കും ഹാജർ റളിയല്ലാഹു അൻഹ പറയുന്ന മറുപടിയാണ് വിശ്വാസികളെ നമുക്കും വേണ്ടത്. റബ്ബിൻ്റെ കൽപ്പനയാണോ, ആ റബ്ബ് ഞങ്ങളെ കൈവിടില്ല എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കണം വിശ്വാസികളെ ഇബ്രാഹിമി മില്ലത്തിൻ്റെ ചരിത്രം കേൾക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന നാം ആ ജീവിത സന്ദേശമായിട്ട് ഉൾക്കൊള്ളേണ്ടത്. ആ സമർപ്പണമാണ് പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ചത്.
നമുക്കറിയാം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ വയസ്സുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിലുള്ള പൂർണ്ണമായ സമർപ്പണം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രായം വളരെ ചെറുതാണ്. അവിടെയും പ്രവാചകൻ തൗഹീദിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ആദർശമാണ് ആ കൊച്ചു പയ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ, കൊച്ചുകുട്ടി, നിനക്ക് ഞാൻ ചില കലിമത്തുകൾ, ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് പൊന്നുമോനെ, ആ വചനങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ സമർപ്പണമായി സ്വീകരിക്കുകയാണെങ്കിൽ അള്ള നിന്നെ കൈവിടില്ല എന്നുള്ള ആ ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് നാം കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കിയതിൻ്റെ തുടർ വിഷയമാണ്. കൊച്ചു മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമാണ്. നമ്മുടെ മക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക്, പൊന്നുമോനെ നീ അള്ളാനെ സൂക്ഷിക്ക്, എങ്കിൽ അള്ള നിന്നെ സംരക്ഷിച്ചു കൊള്ളും മോനെ. അള്ളാനെ നീ മനസ്സിലാക്കേണ്ടത് വിധം മനസ്സിലാക്കിയാൽ അള്ളാഹു നിന്നെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള വചനം പഠിപ്പിച്ചു കൊടുക്കുന്നതെല്ലാം പ്രവാചകന്മാരാണ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാനോട് ചോദിക്കുകയും അഭയം തേടുകയാണെങ്കിൽ അള്ളാനോട് അഭയം തേടുകയും ചെയ്യുക എന്നുള്ള ശുദ്ധമായ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകന്മാരെല്ലാം നമുക്ക് മാതൃകകളാണ്. എന്നിട്ട് മഹാനായ പ്രവാചകൻ കൊച്ചു മകനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറയുകയാണ്, നീ അറിയുക മോനെ, അന്നൽ ഉമ്മത ലബിതമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ല യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. പൊന്നു മോനെ, സമൂഹം മുഴുവനും നിനക്ക് ഒരു ഉപദ്രവമായി വരികയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു തൗഹീദിന്റെ അടിത്തറയുടെ അകക്കാമ്പ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സമൂഹം മുഴുവനും നിനക്കെതിരായിരുന്നാൽ ആ എതിരിനെ തടയുവാനുള്ള ശക്തി അള്ളാഹ് അവന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് മോനെ. ഇനി എല്ലാ ജനങ്ങളും നിനക്ക് അനുകൂലമായി വന്നാലോ അവിടെയും അള്ളാഹുവിൻ്റെ തീരുമാനം മറിച്ചാണെങ്കിൽ റബ്ബിൻ്റെ കിതാബിൽ എഴുതിയത് അത് നടക്കുക തന്നെ ചെയ്യും മോനെ എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തവക്കുലിൻ്റെ പാഠം നാം മനസ്സിലാക്കേണ്ടത്. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയും പിന്നെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്, തൗഹീദിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരു സ്വഹാബി പ്രവാചകരോട് വന്ന് ചോദിക്കുന്നത്, ഈ മൃഗത്തെ കെട്ടിയിട്ടുകൊണ്ട് അള്ളാഹുവിനോട് തവക്കുലാക്കണോ, അഴിച്ചുവിട്ടുകൊണ്ട് റബ്ബിനോട് തവക്കുലാക്കണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നീ കെട്ടിയിടുക, ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക, അവൻ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകരിൽ നിന്നും കേൾക്കുന്ന തവക്കുലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ വചനാമൃതം ഇപ്രകാരമാണ്. ഒരു പക്ഷിയുടെ ഉദാഹരണമാണ് പ്രവാചകൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്വഹാബികൾക്ക്. ആ പക്ഷിയുടെ ജീവിതത്തിന്റെ അടിത്തറയാകുന്ന തൗഹീദ്, അതും ഒരു തൗഹീദാണ്. ആ തൗഹീദ് എന്താണ്? ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി. ഒട്ടിയ വയറുമായി രാവിലെ ആ പക്ഷിയുടെ കൂട്ടിൽ നിന്നും പുറപ്പെടുന്ന, റബ്ബിൽ മാത്രം സമർപ്പിച്ചുകൊണ്ടാണ് ആ പറവ ആ കൂട്ടിൽ നിന്നും പുറപ്പെടുന്നത്. റബ്ബ് വഴി കാണിച്ചു തരും, അവൻ അന്നം തരും എന്നുള്ള ഒരു ചിന്ത ഏതൊരു ജീവിക്കും ഉള്ളതാണ്. അങ്ങനെ ഒട്ടിയ വയറുമായി പുറപ്പെടുന്ന ആ പക്ഷി വൈകുന്നേരമാകുമ്പോഴേക്കും തിരിച്ചു വരികയാണ് നിറഞ്ഞ വയറുമായി. പ്രവാചകർ പഠിപ്പിക്കുകയാണ്, അതുപോലെ നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് തരുമെന്നാണ്. പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഭാഗമാണ്, നമ്മുടെ ബാധ്യതയാണ്. ചെയ്തു തരേണ്ടവൻ അള്ളയാണ്. ഒട്ടിയ വയറുമായാണ് രാവിലെ അതിൻ്റെ കൂട്ടിൽ നിന്നും പുറപ്പെട്ടു പോകുന്നത്. തിരിച്ചു വരുന്നതാകട്ടെ നിറഞ്ഞ വയറുകളുമായിട്ടാണ്.
ഇതുപോലെ തവക്കുലായി ജീവിക്കുന്ന അടിയാറുകൾക്ക് അള്ളാഹു അവന്റെ കാരുണ്യം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൻ്റെ ഉദാഹരണം കഴിഞ്ഞ ഈ 2 ദിവസങ്ങളിലായി ലോകത്ത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമിർ അൽ മഹദ് ഗദ്ദാഫി എന്ന് പറയുന്ന ഒരു ലിബിയക്കാരൻ്റെ ഒരു ചരിത്രം കാണാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. അത്രയ്ക്കും വൈറലായ ഒരു വീഡിയോയാണ്. അദ്ദേഹം സാധാരണ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുവാനായിട്ട് ലിബിയയുടെ എയർപോർട്ടിൽ എത്തുകയാണ്, ജിദ്ദയിലേക്ക് പോകുവാൻ, ഹജ്ജ് ചെയ്യുവാൻ. അവസാന സമയത്ത് എമിഗ്രേഷനിൽ അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ചെറിയ തടസ്സം നിൽക്കുകയാണ്, പോകുവാൻ സാധിക്കുന്നില്ല. വിമാനത്തിൻ്റെ അടുക്കലെത്തിയപ്പോഴേക്കും പൈലറ്റ് കൂട്ടാക്കുന്നില്ല, അദ്ദേഹത്തെയും കൊണ്ടുപോകുവാൻ സമയം താമസിച്ചു. അങ്ങനെ വിമാനം പറക്കുകയാണ് ജിദ്ദയിലേക്ക്. 2 പ്രാവശ്യം വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങുകയാണ് ആ വിമാനം. സാങ്കേതിക തടസ്സം. അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഗദ്ദാഫിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അടുത്ത വർഷമാകാം. ആ ഗദ്ദാഫിയുടെ നിശ്ചയദാർഢ്യമാണ് തവക്കുലിന്റെ പാഠമെന്ന് പറയുന്നത്. എൻ്റെ റബ്ബിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട ഞാനാണ്. അല്ലാഹ് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്തിരിക്കും എന്നുള്ള നിശ്ചയദാർഢ്യം തവക്കുലിന്റെ മറുഭാഗമാണ്. അവസാനം നാം കണ്ടു, അദ്ദേഹത്തെയും കയറ്റിക്കൊണ്ട് ആ വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെട്ടത് നാം സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നതാണ്, കണ്ടതാണ്. അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. കറാമത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ആദരവാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെ ആദരിക്കുമെന്നുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ആ ആദരവാണ് ആമിർ അൽ മഹദ് ഗദ്ദാഫിയിലൂടെ ലോകം കണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാൽപ്പനിക കഥകളോ. നമുക്കറിയാമല്ലോ, കേരളത്തിൽ എത്രയോ കറാമത്തുകളുടെ ചരിത്രങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വേങ്ങരയിൽ നാം കേട്ട ഒരു കറാമത്ത് എന്താണ്? വേങ്ങര കോയാപ്പ എന്ന് പറയുന്ന ഒരു സാധുവായ ഒരു മനുഷ്യന്റെ അടുക്കൽ ആരൊക്കെയോ വന്ന് പറഞ്ഞു പോലും മഴയില്ല വേങ്ങരയിൽ. ഇദ്ദേഹം മുണ്ടുപൊക്കി കാണിച്ചു മൂത്രമൊഴിച്ചപ്പോഴേക്കും ഇതാ ശക്തമായ മഴ പെയ്യുകയാണ്. അത് കറാമത്തായിട്ട് കൊണ്ടു നടക്കുന്ന ഈ പുരോഹിതന്മാരുടെ ദുരവസ്ഥ, നഊദു ബില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമെന്ന് പറയുന്ന കറാമത്ത്, അതിൻ്റെ ആദരവ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക എന്ന് റബ്ബിന് മാത്രം അറിയൂ. അതാണ് ലോകം കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാൽനടയായി ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന ഒരു യുവാവ് നമുക്കറിയാം. അദ്ദേഹത്തെ ഇന്ന് വടക്കേ ഇന്ത്യയിൽ ആൾദൈവങ്ങളായി കൊണ്ടു നടക്കുകയാണ്. കാരണം ഇസ്ലാമിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു സമൂഹത്തിൽ ഇതിന് സാധ്യതയുണ്ട് ഇത്തരം ചൂഷണങ്ങൾ ചെയ്യുവാൻ. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവനിൽ സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ അള്ളാഹു പല വഴികളിൽ കൂടിയും, അതാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. സൂറത്ത് ത്വലാഖിലെ ആദ്യ ഭാഗമാണ് ഈ ആയത്തുകൾ. അള്ളാഹുവിൻ തവക്കുലാക്കുകയാണെങ്കിൽ നിങ്ങൾ പോലും നിനക്കാത്ത രീതിയിൽ റിസ്കുകൾ അവൻ നൽകുമെന്നാണ്, ഉപജീവന മാർഗം തുറന്നു തരുമെന്നാണ്, കാര്യങ്ങൾ എളുപ്പമാക്കി തരും എന്ന് അള്ളാഹുവിൻ്റെ കലാമാണ് വിശ്വാസികളെ. അതുകൊണ്ട് റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. തവക്കുൽ എന്ന് പറയുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട അവിഭാജ്യ ഘടകമാണ്. ഫഅ്ബുദുഹു, അതുകൊണ്ട് നിങ്ങൾ ആരാധന നടത്തുകയും നമസ്കാരവും നോമ്പും സകാത്തും സ്വതഖയുമായി അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാൻ ശ്രമിക്കുകയും എന്നുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 123-ാമത്തെ ആയത്ത്, വതവക്കൽ അലൈഹി, അള്ളാഹുവിൽ നിങ്ങൾ സമർപ്പിക്കുക, അവനിൽ തവക്കുലാക്കിക്കൊണ്ട് ഇബാദത്തുകളിൽ മുഴുകുക എന്നുള്ള വമാ റബ്ബുക ബിഗാഫിലിൻ മിമ്മാ തഅമലൂൻ, അശ്രദ്ധവാനല്ല അല്ലാഹു, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ,
എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫിലസ്തീനിലെ നമ്മുടെ മക്കൾ, അള്ളാഹു അവർക്ക് സമാധാനം നൽകട്ടെ, അവിടെയുള്ള ചില കുട്ടികളുടെ നാവിൽ നിന്നും നിർഗളിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വചനം അത് തവക്കുലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. വലൈസ ബിളാരിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അവരുടെ നാവുകളിൽ കൂടി ലോകം കേട്ടതാണ്. സൂറത്തുൽ മുജാദലയുടെ 10-ാമത്തെ വചനമാണ് വലൈസ ബിളാരിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഏത് അതിക്രമങ്ങൾ വന്നാലും, ഏത് ഉപദ്രവങ്ങൾ വന്നാലും അള്ളാന്റെ അനുമതി കൂടാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആ നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് തവക്കുൽ. അതുകൊണ്ട് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ സമർപ്പിക്കണം എന്നുള്ള വിശുദ്ധ ഖുർആൻ. ആദർശപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ആദർശ പിതാവ് കാണിച്ചു തന്ന നിശ്ചയദാർഢ്യത്തിന്റെയും പേര് തവക്കുലാണ്. ശത്രുക്കളിൽ നിന്നും മാറിപ്പോകുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വചനം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാഫാത്തിലെ 99-ാമത്തെ ആയത്തിൽ കാണാം. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും, അവൻ എന്നെ കൈവിടില്ല, അവൻ എന്നെ നിരാശപ്പെടുത്തില്ല എന്നുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ നിശ്ചയദാർഢ്യമാണ് തവക്കുൽ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ഉത്തരം നൽകിക്കൊണ്ട് മകനെയും കൂട്ടിക്കൊണ്ട് ബലിയറുക്കുവാനായി പോകുന്ന ആ സമയത്ത് മകനെ അറുക്കണമെന്നുള്ള കൽപ്പനയാണ്. അവർ രണ്ടുപേരും പൂർണ്ണമായ സമർപ്പണം നടത്തി. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. മകൻ ഇസ്മാഈലിന്റെ നെറ്റിത്തടം ചെരിച്ചു കിടത്തിക്കൊണ്ട് ആ മകനും പിതാവും പൂർണ്ണമായും റബ്ബിൽ സമർപ്പണം നടത്തിയ ആ വിളിയാളമാണ് മഹത്തായ ഈ ഈദുൽ അദ്ഹയുടെ സന്ദേശം. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. ഇബ്രാഹിമിനെ വിളിക്കുകയാണ്. പരീക്ഷണത്തിൽ നിന്നും വിജയിച്ച ഇബ്രാഹിമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, ഖദ് സദ്ദഖത റുയാ. താങ്കൾ കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഇബ്രാഹിം. ഇന്നാ കദാലിക നജിസിൽ മുഹ്സിനീൻ. കൽപ്പനയ്ക്ക് വിധേയരായവർക്ക് അല്ലാഹ് നൽകുന്ന മഹത്തായ പ്രതിഫലമുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് ആരെല്ലാം വിധേയരാകുന്നുവോ അവർക്ക് അല്ലാഹ് നൽകുന്ന ചില പ്രതിഫലങ്ങളുണ്ട്. അതാണ് ഇബ്രാഹിം താങ്കൾക്കും നൽകുന്നത്. ഇത് വ്യക്തമായ പരീക്ഷണമാകുന്നു. ആ പരീക്ഷണത്തിൽ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്ന ഇബ്രാഹിം പകരം മഹത്തായ ഒരു ബലിമൃഗത്തെ താങ്കൾ അള്ളാഹുവിന് വേണ്ടി അറുക്കുക എന്നുള്ള ആ ഒരു സന്ദേശം സാധിക്കുന്നവർ ആ പരീക്ഷണത്തിൽ വിജയിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിമി മില്ലത്താണ് നാം ഓരോരുത്തരും. നമ്മെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിന്റെ സമർപ്പണവും കൂടിയായിരിക്കണം ഈദുൽ അദ്ഹയുടെ സന്ദേശം. അവർക്കാണ് അള്ളാഹുവിന്റെ മഹത്തായ ഇന്നാ കദാലിക നജിസിൽ മുഹ്സിനീൻ. സുകൃതം ചെയ്തവർക്ക് അഥവാ അള്ളാഹുവിന്റെ ഈ കൽപ്പന പാലിച്ചവർക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന മഹത്തായ പ്രതിഫലമുണ്ട് രണ്ട് ലോകത്തും. ആ പരീക്ഷണത്തിൽ വിജയിക്കുവാൻ നമ്മെ കൊണ്ട് സാധിച്ചോ വിശ്വാസികളെ? സാധ്യമാകുന്നവർ ആ ഉലഹിയത്തിന്റെ ബാധ്യത തീർത്തുവോ എന്നുള്ളതാണ് ഇബ്രാഹിം നബിയുടെ ഈ സന്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോരുത്തരും ആത്മവിചിന്തനം നടത്തേണ്ടത്. ഇത് പറയുമ്പോൾ ആരെക്കുറിച്ചുമല്ല ഇത് ഉദ്ദേശിക്കുന്നത്, ഇത് എന്നെക്കുറിച്ചാണ്. പലർക്കും പല ധാരണയുമുണ്ട്. ഇത് എന്നെക്കുറിച്ചാ, ഇത് എന്നെക്കുറിച്ചാണ് ഇത് പറയുന്നത്, എന്നെ ഉദ്ദേശിച്ചുകൊണ്ടായി പറയുന്നത്. അങ്ങനെ ഒരിക്കലും അള്ളാഹു സാക്ഷി ഇവിടെ സമർപ്പിച്ചിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല. ഖുർആനും ഹദീസും പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ പറയുന്നതിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പണമാകണം. അള്ളാഹുവിന്റെ കലാമിൽ കൂടിയും പ്രവാചകരുടെ ഹദീസിൽ കൂടിയും കിട്ടുന്ന ഒരു നസീഹത്ത്, ഒരു സാരോപദേശം എന്നെക്കുറിച്ചാണോ എന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ അതിൽ നിന്നും നാം തെറ്റ് തിരുത്തണമെന്നാണ് ഈ ആയത്തുകൾ. നമുക്കറിയുമല്ലോ, മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത് ഇറങ്ങിയ സംഭവം നാം പലവരും കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകം ഫൗഖ സൗത്തിൻ നബിയ്യ് വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅൽ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇതാണ് ആയത്ത്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാളും ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ ചിലരോട് സംസാരിക്കുമല്ലോ ഉച്ചത്തിൽ, അതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് സംസാരിക്കരുത് എന്നുള്ള ഒരു കൽപ്പന വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ഒരാളാണ്, ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തിന് തോന്നി, അല്ലാ, എൻ്റെ അമലുകൾ പൊളിഞ്ഞുപോയല്ലോ, പ്രവാചകന്റെ ശബ്ദത്തെക്കാളും എൻ്റെ ശബ്ദമാണല്ലോ വലുത് എന്നും പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിൽ നിന്നും കേട്ട ഈ ആയത്ത് കേട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയ ആ സ്വഹാബി പ്രവാചകരുടെ സവിധത്തിൽ തിരിച്ചു വരാത്തത് കണ്ടുകൊണ്ട് ചില സ്വഹാബികളെ അന്വേഷിക്കുവാൻ വിടുന്നത് നാം വായിച്ചതാണ്. എന്തുപറ്റി സാബിത്തിന്? കാണുന്നില്ലല്ലോ. സ്വഹാബികൾ അന്വേഷിച്ചു പോകുമ്പോഴേക്കും കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന സാബിത്തിനെ കാണുകയാണ്. എന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോൾ, അള്ളാന്റെ റസൂൽ ഓതി കേൾപ്പിച്ച ആയത്ത് നിങ്ങൾ കേട്ടില്ലേ സഹോദരങ്ങളെ? ലാ തർഫഉ അസ്വാതകം ഫൗഖ സൗത്തിൻ നബിയ്യ്, പ്രവാചകരുടെ ശബ്ദത്തിന്റെ മേലെ നിങ്ങളുടെ ശബ്ദം ഉയരരുത്. അങ്ങനെ ഉയർന്നാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, സുഹൃതങ്ങളെല്ലാം ബാത്തുലായി പോകും, നിങ്ങൾ അറിയുന്നില്ല എന്നുള്ള ആയത്ത് എന്നെ കുറിച്ചാണ് എന്ന് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു വിലയിരുത്തുകയാണ്. അതാണ് വിശ്വാസികളെ നാം വേണ്ടത്. ഖുതുബയിൽ കൂടിയാകട്ടെ അല്ലാത്ത വഅലുകളിൽ കൂടിയാകട്ടെ അള്ളാന്റെ കലാമിൽ നിന്നും കേൾക്കുന്ന ഒരായത്ത്, അള്ളാന്റെ റസൂലിന്റെ ഒരു ഹദീസ്, അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതമുണ്ടെങ്കിൽ തിരുത്തണം. സമഅനാ വ അത്അനാ, കേട്ടു അനുസരിച്ചു എന്നുള്ള ആ ഉത്തരം നൽകിയ സ്വഹാബാക്കളുടെ പിൻഗാമികളാണ് നാം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസികളെ സാന്ദർഭികമായി പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഈ വിളിക്കുത്തരം നൽകുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കൽപ്പന നടപ്പിലാക്കുവാനായിട്ട് മകൻ ഇസ്മാഈലിനെ ബലിയറുക്കുവാൻ പോയത് അല്ലാഹു തആല സുഹൃതവാന്മാരിൽ പെടുത്തിയെന്നാണ് ആ കൽപ്പന. ആ കൽപ്പന അനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ വർഷാവർഷം നമ്മെക്കൊണ്ട് സാധ്യമാകുമെങ്കിൽ നാം ആ ഉളുഹിയ്യത്തിൽ പങ്കുചേരണം. സുഹൃതവാന്മാർക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന മഹത്തായ പ്രതിഫലം 2 ലോകത്തുമുണ്ട് എന്നുള്ള ഈ ആയത്ത്, അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത സന്ദേശത്തിൽ കൂടി നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ആ ഇബ്രാഹിം നബി ജനങ്ങളോട് പഠിപ്പിച്ച, സ്വന്തം പിതാവിനോട് പറഞ്ഞ, കുടുംബക്കാരോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ 87-ാമത്തെ ആയത്ത്. ഇബ്രാഹിമി മില്ലത്തുകൾ മറന്നുപോയ ഒരു കൽപ്പനയാണ്. ഫമാ വന്നകും ബിറബ്ബിൽ ആലമീൻ, റഹ്മാനായ റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്ത് ധരിച്ചു വച്ചിരിക്കുന്നു? ഇബ്രാഹിം നബിയുടെ സമൂഹത്തിനോട് ഇബ്രാഹിം നബി ചോദിച്ച ചോദ്യമാണ്, തൻ്റെ പിതാവിനോടും സമൂഹത്തോടും ചോദിച്ച ആ ഒരു ചോദ്യം. സമൂഹമേ, ലോകരക്ഷിതാവായ റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? ഇന്നും ചോദിക്കേണ്ട പ്രസക്തമായ ചോദ്യമാണ്. ഇന്നും മുസ്ലിം സമുദായത്തോട് നാം ചോദിക്കണം, സമുദായമേ, നിങ്ങൾ റബ്ബിനെ കുറിച്ചുള്ള എന്ത് ധാരണയാണ് നിങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്? അവനിലേക്ക് അടുക്കുവാനായിട്ട് ഖബറാളികളെ തേടുന്നവരെ, അവനിലേക്ക് അടുക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് നേർച്ചകൾ നേരുന്നവരെ, അവനിലേക്ക് അടുക്കുവാനായിട്ട് നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നവരെ, ഫമാ വന്നകും ബിറബ്ബിൽ ആലമീൻ, ചോദിക്കണം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബിനെ കുറിച്ചുള്ള ധാരണ എന്താണ് നിങ്ങൾക്ക്? ഖബറാളികൾ നിങ്ങൾക്ക് റബ്ബിങ്കിലേക്ക് അടുക്കുവാനുള്ള മാർഗം കാണിച്ചു തരുമോ? എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ആരാണ് റബ്ബെന്നറിയുമോ? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് മാർഗദർശനം നൽകുന്നതും അവനാണ്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് ആഹാരവും കുടിനീരും നൽകുന്നവൻ.
എനിക്ക് അസുഖം ബാധിച്ചാൽ എനിക്ക് പൂർണ്ണ ശിഫ നൽകുന്നവനും അവനാണ്. എന്നെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണ്. പ്രതിഫല നാളിൽ എന്റെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് ആശിക്കുന്ന ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബാണ് എന്നെ വഴി കാണിക്കുന്നവൻ. അവനിലാണ് ഞാൻ സമർപ്പിക്കുന്നത് മുഴുവനും. അവനിലാണ് എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ആരാധനകളും മുഴുവനും ഞാൻ സമർപ്പിക്കുന്നത് എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ. അവിടെയാണ് വിശ്വാസികളെ നമ്മുടെ സമൂഹം റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. പൊട്ടക്കിണറ്റിൽ നിന്നും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിച്ച റബ്ബ് എന്നും ഹയ്യാണ് സഹോദരങ്ങളെ. ആർത്തിരമ്പുന്ന തിരമാലകളിൽ നിന്നും രക്ഷിച്ച മഹാനായ റബ്ബ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികളെയും രക്ഷിച്ചു. ആ റബ്ബ് അവൻ ഇന്നും ഹയ്യാണ്. പ്രളയക്കെടുതിയിൽ നിന്നും നൂഹിനെയും സമൂഹത്തെയും രക്ഷിച്ച മഹാനായ ജല്ല ജലാലഹു എന്നും ഹയ്യാണ്. ഇരുട്ടറകളിലെ മഹാമത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും മഹാനായ യൂനുസ് നബിയെ രക്ഷിച്ച ഹയ്യുൽ ഖയ്യൂമായ റബ്ബ് അവൻ എന്നും നമ്മോടൊപ്പമുണ്ട് സഹോദരങ്ങളെ. ശത്രുക്കളുടെ ക്രൂശീകരണത്തിൽ നിന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിച്ച റബ്ബുൽ ആലമീൻ അവൻ ഇന്നും ഹയ്യാണ്. ശക്തമായ തീക്കുണ്ടാരത്തിൽ നിന്നും ഖലീലുള്ളയെ രക്ഷിച്ച മഹാനായ റബ്ബ് അവൻ എന്നും ഹയ്യാണ്. മുശ്രിക്കുകളുടെ കുതന്ത്രമായ ശക്തമായ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷിച്ച റബ്ബ്, ആ റബ്ബ് പോരെ നമുക്ക് ചോദിക്കണം. ഫമാ വന്നുക്കും ബിറബ്ബിൽ ആലമീൻ. ആ റബ്ബിനെ കുറിച്ചാണോ നിങ്ങൾ സാങ്കല്പികമായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ പല ഇടയാളന്മാരെയും വച്ചുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുന്നുവല്ലോ മുസ്ലിം സമുദായമേ എന്ന് ചോദിക്കേണ്ടത് ഇബ്രാഹിമി മില്ലത്തിനോടാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആ റബ്ബിനെ ഈ സമുദായം പഠിച്ചില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ശരിയായ ഒരു ധാരണ, എല്ലായ്പ്പോഴും റബ്ബിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക സഹോദരങ്ങളെ. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ മനസ്സകങ്ങൾ വല്ലാതെ നൊമ്പരപ്പെടാറുണ്ട്. എന്താണ് എൻ്റെ റബ്ബ് ചോദിക്കാറുണ്ട്. അറിയുക, ഇതിനേക്കാളും പരീക്ഷണങ്ങൾ താണ്ടിയ ഖലീലുള്ളയുടെ ഉമ്മത്താണ് നാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ല പറഞ്ഞതായിട്ട് ഒരു ഖുദ്സിയായ ഹദീസ്, അന ഇൻദ വന്നി അബ്ദി ബി വഅന മഅഹു. എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് എന്താണോ ധരിക്കുന്നത് അവനോടൊപ്പമാണ്. അള്ളാഹിനെ കുറിച്ച് നല്ലത് മാത്രം ധരിക്കുക എന്നുള്ളതാണ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നവിടത്താണ് ഞാനുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞതായി പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവൻ എന്നെ സ്മരിക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെയാണ്. അവൻ എന്നെ കുറിച്ച് ഓർത്താൽ ഞാൻ അവനെ കുറിച്ചും ഓർക്കും എന്ന് അല്ല പറയുകയാണ്. എന്റെ അടിമ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഓർത്താൽ അതിനേക്കാളും ഹൈറായ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഞാനും എൻ്റെ അടിയാറെ ഓർക്കും. ആ റബ്ബിങ്കലേക്ക്, ആ അള്ളാഹുവിലേക്ക് ഒരു ചാനെടുത്താൽ ഞാൻ ഒരു മുഴമെടുക്കും. എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറെടുക്കും. അതാനി യംശി അതൈതുഹു ഹർവലതൻ. എന്നിലേക്ക് അവൻ നടന്നു വന്നാൽ അവനിലേക്ക് ഞാൻ ഓടിച്ചെല്ലുമെന്ന് മഹാനായ പ്രവാചകർ അല്ല പറഞ്ഞതായി പഠിപ്പിക്കുകയാണ്. നമ്മുടെ റബ്ബിനെ കുറിച്ച്, കാരുണ്യവാനായ റബ്ബിനെ കുറിച്ച്, ആ അള്ളാഹുവിനെ കുറിച്ച് മറന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് വിശ്വാസികളെ നാം ജീവിക്കുന്നത്. അള്ളാഹിനെ മനസ്സിലാക്കിയതുപോലെ അല്ല നമ്മുടെ മുസ്ലിം സമുദായത്തിലെ സിംഹഭാഗവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ തെറ്റിദ്ധരിച്ചു നമ്മുടെ റബ്ബിനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത് റബ്ബിനെ കുറിച്ച്? അവനല്ലയോ നിങ്ങൾക്ക് വേണ്ട എല്ലാ അന്നവും നൽകുന്നത്? നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം സംവിധാനങ്ങളും ഒരുക്കി തന്ന ആ റബ്ബിനെ വിട്ടുകൊണ്ട് ഏത് മഖബറകളിലേക്കാണ് നിങ്ങൾ പോകുന്നത്?
അള്ളാഹിനെക്കാളും കാരുണ്യമുള്ള ഏത് സൃഷ്ടിയാണ്? ഒന്ന് പരിചയപ്പെടുത്തി തരുവീൻ. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ആ റബ്ബിന്റെ കാരുണ്യം, നമ്മുടെ ഹൃദയ തുടിപ്പാണ് നമ്മുടെ റബ്ബ്. ഹൃദയത്തിലെ ആന്തോളനങ്ങൾ പോലും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ചങ്കിനെക്കാളും അടുത്ത റബ്ബിനെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഉമ്മത്തുകൾ ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാത്ത അതിന്റെ ദുരന്ത ഫലമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റബ്ബിങ്കിലേക്ക് കൂടുതൽ അടുത്താൽ, നടന്നു പോയാൽ അവൻ നമ്മിലേക്ക് ഓടി വരുമെന്ന് പറഞ്ഞ കാരുണ്യവാനായ റബ്ബിലേക്ക് അടുക്കുവാനുള്ള മഹത്തായ 10 ദിവസങ്ങളാണ് വിശ്വാസികളെ ഇന്നലെ മുതൽ നാം സാന്നിധ്യം അറിയിക്കുന്നത്. മാറ്റമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ദിൽഹജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ മഹത്തരമാണ്. ആ ദിവസങ്ങൾ മാറ്റമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് നമ്മോട് ചോദിക്കേണ്ട ചോദ്യം. വിശ്വാസികളെ, റമദാനിലൊക്കെ ചിലപ്പോഴൊക്കെ ചിലരിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞപ്പോൾ ഈ ദിൽഹജ്ജയിൽ അതുപോലെ ഒന്ന് ഓർക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മുഹിബ്ബായ, ഏറ്റവും പവിത്രമായ 10 ദിനങ്ങളാണ് ഈ ദിൽഹജ്ജ ഇന്നലെ മുതൽ തുടങ്ങി. സഹോദരങ്ങളെ, ഫഅക്സിറൂ, അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി ചൊല്ലണം. ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, അധികമാക്കണം വിശ്വാസികളെ. നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരില്ല. അടുത്ത ദിൽഹജ്ജയുടെ നമ്മുടെ ആയുസ് ആർക്കറിയാം? അതുകൊണ്ട് വിശ്വാസികളെ, ഖുർആൻ പാരായണവും അതുപോലെയുള്ള സൽക്കർമ്മങ്ങളും ജമാഅത്തിൽ നമസ്കാരത്തിൽ പങ്കെടുക്കലും പള്ളിയുമായിട്ടുള്ള ഒരു ബന്ധവും, എന്തുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹുവിന്റെ തൗഹീദ് മുറുകെ പിടിക്കുന്ന നമുക്ക് നമസ്കാരത്തിലെ ശ്രേഷ്ഠകരമായിട്ടുള്ള ജമാഅത്തിൽ പോലും, പ്രത്യേകിച്ച് സുബഹിന് പോലും നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് എന്നോട് ചോദിക്കേണ്ടതാണ്. ഓരോരുത്തരും ചോദിക്കേണ്ടതാണ് സ്വന്തം നഫ്സിനോട്. വിട പറഞ്ഞ റമദാനിലല്ല, പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇബാദത്തുകൾ മഹത്തരമാണ്. ഈ ദിൽഹജ്ജ 10 നാം കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കി. ഏറ്റവും ജിഹാദിനേക്കാളും മഹത്തരമായ ദിൽഹജ്ജയുടെ ദിവസങ്ങളിലാണ് ജിഹാദിനേക്കാളും. ആ ജിഹാദിൽ ശരീരം നഷ്ടപ്പെട്ടാൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ് വിശ്വാസികളെ നമ്മിലൂടെ കടന്നു പോകുന്നത്. ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ആരാധനകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഈ 10 ദിനങ്ങളിലാണ്. അതിൽ സ്വതഖയുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, എല്ലാ ദാനധർമ്മങ്ങളുമുണ്ട്. അതുകൊണ്ട് ആ ഇബാദത്തുകൾ സമ്മേളിക്കുന്ന പവിത്രമായ ഈ ദിനത്തിൽ ഒരു ജമാഅത്ത് നമസ്കാരത്തിലെങ്കിലും പങ്കെടുക്കാത്ത, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ പരിശ്രമിക്കണേ എന്ന് വിശ്വാസികളെ എന്നോടെന്ന പോലെ ഈ മഹത്തായ ഖുതുബയുടെ ഒരു സന്ദേശമായി ഞാൻ ഉണർത്തുകയാണ്. ഈ ദിൽഹജ്ജയുടെ പവിത്രമായ മറ്റൊരു ദിവസം എന്ന് പറയുന്നത് യൗമുൽ അറഫയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖൈറു ദുആ, ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ യൗമുൽ അറഫ, അറഫ ദിവസത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്കുള്ള മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും വലിയ തൗഹീദാണ് ആ പ്രാർത്ഥന. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. യൗമുൽ അറഫയിൽ അഥവാ അടുത്ത വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ റബ്ബിങ്കലേക്ക് അടുക്കുവാനുള്ള പ്രാർത്ഥനയാണ് വിശ്വാസികളെ. 10 ദിവസത്തിൽ ഒന്ന് കൊഴിഞ്ഞു നമ്മിൽ നിന്നും. ഇനിയുള്ള 9 ദിവസങ്ങളും വെള്ളിയാഴ്ച വരെയും നമ്മുടെ നാവുകൾ തക്ബീറുകൾ കൊണ്ട് നനയട്ടെ സഹോദരങ്ങളെ, തഹ്ലീലുകൾ കൊണ്ടും തഹ്മീദുകൾ കൊണ്ടും നനയട്ടെ. അല്ലാഹു അക്ബർ നമ്മുടെ നാവിന് എന്ത് പ്രയാസകരമായ, അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടില്ലാതെ ഉരുവിടാൻ പറ്റിയ ഒരു ദിക്റാണ്. നാവിന് ഏറ്റവും ലളിതമാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്.
മീസാനിൽ കനം തൂങ്ങുന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആയാസമില്ലാതെ നമ്മുടെ നാവുകൾ കൊണ്ട് മന്ത്രിക്കാൻ പറ്റുന്ന പ്രാർത്ഥനകളാണ് വിശ്വാസികളെ. നമ്മുടെ ഡ്രൈവിങ്ങിൽ, നമ്മുടെ മറ്റുള്ള ജോലികളിൽ, നമ്മുടെ ഹൃദയം കൊണ്ടെങ്കിലും നമ്മുടെ അധരങ്ങൾ കൊണ്ട് നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം വിശ്വാസികളെ. തിരിച്ചു വരാത്ത ദിവസങ്ങളിൽ കൂടിയാണ് നാം പോകുന്നത്. അതുപോലെ തന്നെയാണ് മഹത്തരമായ ആ ഒരു നോമ്പ് വരുന്ന വെള്ളിയാഴ്ചയാണ് യൗമുൽ അറഫ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. മുൻകഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞു പോയ ഒരു വർഷം, ഇനി വരാനുള്ള ഒരു വർഷത്തിൽ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും എന്ന് ഞാൻ ആശിക്കുകയാണ് എന്ന് പഠിപ്പിച്ച മഹത്തരമായ യൗമുൽ അറഫയുടെ നോമ്പ് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കണം സഹോദരങ്ങളെ. അമലുകളിലേക്ക് നാം തിരിയണം വിശ്വാസികളെ. നമ്മുടെ ആയുസ്സിൽ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം സഹോദരങ്ങളെ. നാട്ടുകാർക്കെതിരെ, നമ്മുടെ ആചാരങ്ങൾക്കെതിരെ, നമ്മുടെ മാമൂലുകൾക്കെതിരെ, നമ്മുടെ വീട്ടുകാർക്കെതിരെ ഖുർആനും സുന്നത്തുമാണ് നാം ഏറ്റവും വലിയ അടയാളമായി നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കേണ്ടത്. അതായിരുന്നു ഇബ്രാഹിം നബിജി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത്. പിതാവിനെതിരെയാണ് ആ ഇബ്രാഹിം നബി ആദർശം ജനങ്ങളെ പഠിപ്പിച്ചത്. നാട്ടുകാർക്കെതിരെയാണ് ആ ഇബ്രാഹിം നബി ആദർശം ജനങ്ങളെ പഠിപ്പിച്ചത്. നാട്ടുകാരോടൊത്ത് അല്ലെങ്കിൽ പോകുന്ന ആദർശത്തോടൊപ്പം അല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഖുർആനിനും സുന്നത്തിനും അതിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.